പ്രിയമുള്ളവരെ, ഉത്സവമില്ല, കൊട്ടില്ല, വാദ്യങ്ങളില്ല, എന്തിന് പൂജയ്ക്ക് മണിയടി പോലുമില്ല. അങ്ങനൊരു ക്ഷേത്രമുണ്ടാകുമോ? ഉണ്ട്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് 8 ഏക്കർ നിബിഡമായ വനത്താൽ ചുറ്റപ്പെട്ട മൂക്കോല ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് കൃത്യമായ ഒരു രൂപമില്ല. ഒരിക്കലും അശുദ്ധമാവാത്ത ക്ഷേത്രം. അതുകൊണ്ട് പുണ്യാഹമില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണിത്. ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിന് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേശാടനകാലത്ത് ഇതിലെ സഞ്ചരിച്ചുവെന്നും ദിവ്യമായ ഒരു ജ്യോതിസ് കണ്ട് അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ തപസ്സനുഷ്ഠിച്ച് ദേവിയെ പ്രസാദിപ്പിച്ചുവെന്നും ആ ദേവി പ്രത്യക്ഷനായി എന്നാണ് സങ്കല്പം. അങ്ങനെ ആദിപരാശക്തിയായി ദേവി ഇവിടെ കുടികൊള്ളുന്നു. ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച സ്ഥലവും നമുക്കിവിടെ കാണാം. വൃദ്ധനായ ശാന്തിക്കാരൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവതി ഭൂതഗണങ്ങളെ കൊണ്ട് ഒറ്റ രാത്രിയിൽ പണിത ക്ഷേത്രക്കിണറും നമുക്കിവിടെ കാണാൻ സാധിക്കും. വാതരോഗത്താൽ ബുദ്ധിമുട്ടിയ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് മുക്തി കിട്ടിയ സ്ഥലം കൂടി എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. ഇതാണ് വടവൃക്ഷം. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് മാത്രം കുടികൊള്ളുന്ന ഈ വടവൃക്ഷം വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ ഇലകൾ ചൂടുന്നതും അതേപോലെ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ വയ്ക്കുന്നതും വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ദേവി സർവ്വ ഐശ്വര്യങ്ങൾ തരുമെന്നാണ് വിശ്വാസം.